ഹലോ! അങ്ങനെ നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 23ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലേക്ക് നന്നായിട്ട് ഓയിൽ ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചലഞ്ച് എടുക്കുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോണത്, ഇതുവരെ നമ്മൾ സ്കാൽപ്പിൽ അങ്ങനെ നന്നായിട്ടങ്ങ് ഓയിൽ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതായത് വളരെ കുറച്ച് ഓയിലായിരുന്നു നമ്മൾ നൈറ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസമാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നെങ്കിലും വളരെ കുറച്ച് ഓയിലായിരുന്നു നമ്മൾ സ്കാൽപ്പിലേക്കും മുടിയിലേക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല. ഈ ഒരാഴ്ചയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലേക്കും മുടിയിലേക്ക് നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഞാൻ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്തിനാണ് എല്ലാ ദിവസവും ചെയ്യണതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉള്ള എല്ലാ പോഷകങ്ങളും നമ്മുടെ മുടി വേരുകളിലേക്ക് എത്തണ്ടേ. അപ്പോൾ അങ്ങനെ മുടി വേരുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടുകയും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട്, അതായത് പുറമെ ഈ ഒരു പാക്കുകളൊക്കെ കൊടുക്കുന്നത് മുടിവേരുകൾക്ക് ആണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അവിടേക്ക് ആ ഒരു അതിൻ്റെ എല്ലാം കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പം ഞാൻ തലേദിവസം ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ എൻ്റെ ഫേസിൽ കാണുന്നത്. അപ്പം ഉറക്കം നന്നായിട്ട് കിട്ടുന്ന ആൾക്കാർ, അതായത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. അപ്പം ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത ശേഷം മുടി നന്നായിട്ട് ചീകിയെടുത്തിട്ട് ഓയിലിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഒരു ഹെയർ ഓയിൽ എടുക്കുക, നന്നായിട്ട് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ തല കുളിർക്കെ എണ്ണ തേക്കണം. അതായത് നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടണം. നമ്മുടെ തലയ്ക്ക് ഉണ്ടാകുകയാണെങ്കിലാണ് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് നടക്കത്തുള്ളൂ. അതായത് നമ്മുടെ ശരീരം ബോഡി ഹീറ്റാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനും ആ ഒരു ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. മുടി കൊഴിയും, അതുപോലെ തന്നെ മുടിയിൽ അകാല നരയുണ്ടാകും. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരം ഹീറ്റാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ എപ്പോഴും നമ്മൾ കൂളാക്കി വെക്കാൻ, അതായത് നമ്മളുടെ ഈ ഒരു മോരൊക്കെ കുടിക്കുന്നത്, നമ്മൾ ഈ ഒരു ചലഞ്ചിൽ എല്ലാ ദിവസവും മോര് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോരൊക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ്. പിന്നെ ഈ മോര് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലർക്ക് ചിലപ്പം പല രോഗങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാരണം മോര് അവോയ്ഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാകാം. അപ്പം നിങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട. ബാക്കി അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മോര് കുടിക്കുക, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക. അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു മോര്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഓരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഹെയർ പാക്ക് ഇടുന്ന പോലെ വേണമെങ്കിൽ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ വിരൽ തുമ്പിൽ ഓയിൽ ആക്കിയിട്ട് യൂസ് ചെയ്യണേ അതിനേക്കാളും വേണമെങ്കിൽ ഈ ഒരു ബോട്ടിൽ, അതായത് ഇന്ദുലേഖയുടെയൊക്കെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ, അതായത് ആ ഒരു ഇതിലേക്ക് ഇതാക്കുമ്പോൾ ഇതിൽ നമ്മുടെ മുടി വേരുകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അതുപോലത്തെ ഉള്ള ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്ത്, അതായത് ഓയിൽ ആപ്ലിക്കേഷൻ നടത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അത് ആ ഒരു സ്കാൽപ്പിലേക്ക് നല്ലോണം എത്തുന്ന രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഇപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന് ശേഷം മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഹെയർ പാക്ക് കുറച്ചൊന്ന് മുടീനെ ഡ്രൈ ആക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു ലെങ്തിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് മുടിയുടെ ലെങ്തിലേക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മുടി കെട്ടിവെക്കാം, മേലേക്ക് കെട്ടിവെക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു മണിക്കൂർ വേണമെങ്കിൽ വെച്ചിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് മിനിമം എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 അവർ വരെയൊക്കെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ഷാമ്പൂ നന്നായിട്ട് ഇട്ടിട്ട് വേണം ഇന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഷാമ്പൂ എന്ന് ഞാൻ പറയുന്നത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, താളിപ്പൊടിയാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നുമില്ല. നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുക, അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ പിറ്റേ ദിവസം വാഷ് ഔട്ട് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ കേട്ടോ.